ഹലോ, എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇപ്പൊ നാട്ടില് ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ അമ്മമാരും തിരക്കായിരിക്കും. കാരണം വീടുകളില് മക്കളും ഹസ്ബൻഡും എല്ലാവരും ഉണ്ടാവും അല്ലേ? അപ്പോ ഇന്ന് നമ്മൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പാടാ അല്ലേ? പെട്ടെന്ന് ഉണ്ടാക്കാം. ചടപടേന്ന് നമ്മൾക്ക് അപ്പോൾ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങും. ഓക്കെ, ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇരിക്കുന്നത്. 1.5 കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട്. അത് കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള പച്ചരിയാണ്. പിന്നെ 2 പാളയംകോടൻ പഴമുണ്ട്, 1 കട്ട ശർക്കരയുണ്ട്, 7 ഏലക്കായ ഉണ്ട്, ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ട്. ഇത് തേങ്ങാക്കൊത്താണ്. പിന്നെ ഒരു സ്വല്പം ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇത് എള്ളും സോഡാപ്പൊടിയുമാണ്. പിന്നെ വെളിച്ചെണ്ണയാണ് വേണ്ടത്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ നമ്മളുടെ പച്ചരിയും പിന്നെ പഴവും ശർക്കരയും ഏലക്കായും ജീരകവും കൂടെ നമ്മളുടെ മിക്സിയിൽ ജാറിലിട്ടിട്ട്, വലിയ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് നമ്മൾക്ക് അടിച്ചെടുക്കാം. ചെറിയ തരിയോടുകൂടെ അരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഒരു പാനിൽ അപ്പോൾ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തേങ്ങാക്കൊത്ത് ചേർത്താൽ മതി. അപ്പോൾ ഇതാ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്വല്പം ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എള്ളും സോഡാപ്പൊടിയും. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നെയ്യിലെ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ട് നല്ല സ്മെല്ല്. അപ്പോൾ ഇതാ ഞാൻ കല്ല് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ എന്താ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ വെളിച്ചെണ്ണ മാറ്റിയിട്ട് നെയ്യ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മളുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉണ്ണിയപ്പം അപ്പോൾ ചട്ടിയിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ട്.
അപ്പോൾ ഇതാ നമ്മളുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ വേ അല്ലേ പറഞ്ഞു തന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.